ഇന്നത്തെ ധ്യാനത്തിനുള്ള തിരുവചനം 1 ശമൂവേൽ 8-ാം അധ്യായം 7-ാം വാക്യം. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. ഒരിക്കൽ ഒരു സുവിശേഷകൻ മുടിവെട്ടാൻ ബാർബർ ഷോപ്പിലേക്ക് പോയി. മുടിവെട്ടുന്നയാളോ ഒരു നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം സുവിശേഷകനോട്, ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യർ വേദനയിലും ദുഃഖത്തിലും വ്യാധിയിലും കഷ്ടത്തിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ചോദ്യമുയർത്തി. ആ സമയത്ത് ആ വഴിയായി ഒരാൾ നീളമുള്ള വൃത്തിയില്ലാത്ത ജടയുള്ള മുടിയോടും നീണ്ട താടിയോടും വളരെ സഹതാപത്തോടെ പോയിക്കൊണ്ടിരുന്നു. അവനെ കാണിച്ച് സുവിശേഷകൻ ചോദിച്ചു, നിങ്ങൾ കഴിവുള്ള മുടിവെട്ടുകാരനാണല്ലോ. നിങ്ങളെക്കുറിച്ച് ഈ നാട്ടിൽ എല്ലാവരും കഴിവുള്ളവനാണെന്ന് പറയുന്നു. പിന്നെ എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ നടക്കുന്നത്? അതിന് മുടിവെട്ടുകാരൻ പറഞ്ഞു, അതിന് അവൻ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. മുടിവെട്ടാൻ മാത്രമല്ല, ആലോചനയ്ക്കും അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയാനും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും സഹായിച്ചിട്ടുണ്ടാകും. അതെ, മനുഷ്യർ ദൈവത്തെ അവഗണിക്കുന്നതിനാലാണ് നഷ്ടത്തിലിരിക്കുന്നത്. അവർ ദൈവത്തിൻ്റെ അടുക്കൽ വന്നാൽ യേശു ജീവിതം നൽകും. ദൈവവചനത്തിൽ നാം വായിച്ചല്ലോ, അവർ എന്നെ തള്ളിക്കളഞ്ഞു എന്ന് ദൈവം വേദനയോടെ പറയുന്നു. അതെ, ഇന്നും യേശുവിനെ വിദേശ നാട്ടിലെ ദൈവം എന്ന് പറഞ്ഞ ചിലർ തള്ളിക്കളയുന്നുണ്ട്. യേശു ക്രൂശിൽ തൂങ്ങുമ്പോൾ നാം ആഗ്രഹിക്കുന്ന രൂപം അദ്ദേഹത്തിനില്ല എന്ന് പറഞ്ഞു ചിലർ തള്ളിക്കളയുന്നുണ്ട്. ഇങ്ങനെ അനേകർ യേശുക്രിസ്തുവിനെ ഇന്നും തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നു, അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ യേശുവിനെ ആരൊക്കെ തള്ളിക്കളയാതെ അദ്ദേഹത്തെ സ്വന്തം രക്ഷിതാവായി ഏറ്റുകൊള്ളുന്നു, അവർക്ക് ദൈവം വച്ചിരിക്കുന്ന വിലമതിക്കാൻ കഴിയാത്ത രക്ഷ എത്ര വലിയതെന്ന് അറിയാമോ? അതേ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനത്തിൽ വായിച്ചതുപോലെ പാപശാപത്തിൽ നിന്ന്, അക്രമത്തിൽ നിന്ന് ദൈവം ഈ ലോകത്തെ വീണ്ടെടുക്കാൻ രക്ഷ എന്ന പദ്ധതി കാൽവറി ക്രൂശിൽ ചെയ്തു. അതിനെ ഈ ലോകം ഇന്നും തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മനുഷ്യരുടെ ജീവിതത്തിൽ സന്തോഷം, സമാധാനം ഇല്ലാത്തത്. നമുക്ക് കാണാൻ കഴിയുന്നത് അവസാനം നിത്യജീവൻ പ്രാപിക്കാനുള്ള അവസരവും അവർക്ക് നഷ്ടപ്പെടുന്നു. ഇതിനാൽ നഷ്ടം ദൈവത്തിനല്ല, മനുഷ്യർക്ക് തന്നെ എന്നത് എത്ര വലിയ സത്യമാണല്ലേ. യേശു നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുക, നിത്യജീവൻ പ്രാപിക്കുക. ഗോഡ് ബ്ലെസ് യു.